Good morning, student. Adutha university question idana. Test the convergence of the series 1 plus 1 into 3 by 3 factorial plus 1 into 3 into 5 by 5 factorial 1 into 3 into 5 into 7 by 7 factorial plus etc. The December 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് ജനറൽ ടൈം കണ്ടുപിടിക്കണം. ലെറ്റ് UK ആണ് ജനറൽ ടൈം. ജനറൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ താഴെ നമുക്ക് പോകുന്നത് എത്രയാണ്? താഴോട്ട് 1 ഫാക്ടോറിയൽ ഉണ്ടാവും, 1 ഫാക്ടർ 3 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ. അപ്പൊ അങ്ങനെ വരുമ്പോ 1 3 5 7 ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിന്റെ എ എത്രയാണ്? 1 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പൊ എ കാണുന്ന ഫോർമുല എന്താണ്? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. എ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എത്രയാണ്? 2 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 പ്ലസ് 2n മൈനസ് 2 കിട്ടുന്നത് എത്രയാണ്? 2n മൈനസ് 1. അപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് 1, ഡിനോമിനേറ്ററിൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 2k മൈനസ് 1 ഫാക്ടോറിയൽ എഴുതാം. എഴുതിയാലുള്ള ഗുണം എന്താണ്? കെക്ക് 1 കൊടുക്കുമ്പോൾ 1 ഫാക്ടോറിയൽ വരും, കെക്ക് 2 കൊടുക്കുമ്പോൾ 3 ഫാക്ടോറിയൽ വരും, കെക്ക് 3 കൊടുക്കുമ്പോൾ 5 ഫാക്ടോറിയൽ വരും. അപ്പൊ ഡിനോമിനേറ്റർ ഓക്കെ. ഇനി ന്യൂമറേറ്റർ എന്താണ്? 1 3 5 7 എക്സെട്ര ആണ്. അപ്പൊ 1 3 5 7 എക്സെട്ര ആണെങ്കിൽ 1 3 5 7 എക്സെട്ര. ഇതിന്റെ kth ടൈം കണ്ടുപിടിക്കണം. kth ടൈം കണ്ടുപിടിക്കാനായിട്ട് 2k മൈനസ് 1 ആണ്. ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു? 2k മൈനസ്. അപ്പൊ നമുക്ക് ഇതിന് ജനറൽ ടൈം കിട്ടി. ജനറൽ ടൈം 1 3 5 2k മൈനസ് 1 2k മൈനസ് 1 ഫാക്ടോറിയൽ കിട്ടി. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഫാക്ടോറിയൽ വന്നുകൊണ്ടാണ് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചുള്ള ഫോർമുല എന്താണ്? റോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK plus 1 by UK ആണ്. ഇതാണ് ഫോർമുല. ഇതിലെ UK നമുക്ക് തന്നിട്ടുണ്ട്. UK plus 1 കണ്ടുപിടിക്കാം. അടുത്ത UK plus 1 കണ്ടുപിടിക്കാം. ഇവിടെ UK plus 1 എന്ന് പറഞ്ഞാൽ 1 3 5 7 എക്സെട്ര 2k മൈനസ് 1 ഇൻറ്റു ഈ കേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? കേക്ക് k plus 1 കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2k plus 1 minus 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2k plus 2 minus 1 നമുക്ക് കിട്ടുന്നത് 2k plus 1 ആണ്. ഇവിടെ നമുക്ക് 2k plus 1. അപ്പോൾ 1 3 5 7 എക്സെട്ര 2k minus 1 into 2k plus 1 ആണ് ഇതിന്റെ ന്യൂമറേറ്ററിൽ കിട്ടുന്നത്. ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ kക്ക് വരെ k plus 1 കൊടുത്തു കഴിയുമ്പോൾ 2k minus 1 എന്നുള്ളത് എന്തായിട്ട് നമുക്ക് നോക്കാം? 2 into k plus 1 minus 1 factorial, that is 2k plus 2 minus 1 factorial, that is 2k minus 1 2k plus 1 factorial. But denominator നമുക്ക് എന്ത് കിട്ടും? 2k plus 1 factorial. ഇപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ ശരിയായി. അപ്പൊ നമ്മൾ UK വെച്ചിട്ട് UK plus 1 കണ്ടുപിടിച്ചു. UK plus UK യിലെ 1 3 5 7 2k minus 1 by 2k minus 1 factorial ആണ് എങ്കിൽ UK plus 1 ലെ ന്യൂമറേറ്റർ എന്തായിരിക്കും? 1 3 5 7 2k minus 1 k വരെ കിട്ടും. അതിന്റെ കൂടെ k plus 1 ടൈം കിട്ടി 2k plus 1. താഴെ നമുക്ക് 2k plus 1 ഫാക്ടോറിയൽ. ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK plus 1 എന്താണ്? 1 3 5 7 എക്സെട്ര 2k minus 1 into 2k plus 1. 1 3 5 7 etc. 2k minus 1 into 2k plus 1 divided by 2k plus 1 factorial divided by UK എന്താണ്? UK എന്ന് പറഞ്ഞാൽ 1 3 5 7 etc. 2k minus 1 divided by 2k minus 1 factorial. Ratio test ഉപയോഗിച്ച് ചെയ്യാം. That is rho is equal to limit k tends to infinity. ഇവിടെ നമുക്ക് ഈ 1 3 5 7 2k minus 1 1 3 5 2k minus 1 കട്ട് ചെയ്തേ. ബാക്കി ഇങ്ങനെ ന്യൂമറേറ്ററിൽ വന്നുള്ളതാണ് 2k plus 1 എന്നാണ്. 2k plus 1 by 2k plus 1 factorial into ഇവിടുത്തെ ഈ 2k minus 1 മുകളിലോട്ട് ഇടുക. 2k minus 1 factorial മുകളിലോട്ട്. ഇനി നമ്മൾ ഇതിനെ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2k plus 1 into 2k
മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഈ 2k പ്ലസ് 1 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം 2k പ്ലസ് 1 ഇൻറ്റു 2k ഇൻറ്റു 2k മൈനസ് 1 ഫാക്ടോറിയൽ എഴുതാം. അപ്പൊ 4 ഫാക്ടോറിയൽ എന്നുള്ളത് എങ്ങനെ എഴുതാം 4 ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടൺ ആസ് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പൊ അതുപോലെ 2k പ്ലസ് 1 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം 2k പ്ലസ് 1 ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടൺ ആസ് 2k പ്ലസ് 1 ഇൻറ്റു 2k ഇൻറ്റു 2k മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി 2k മൈനസ് 1 ഉം 2k മൈനസ് 1 ഫാക്ടോറിയൽ കട്ട് ചെയ്താൽ മതി. ഇനി ന്യൂമറേറ്റർ എന്ത് നോക്കിയേ 2k പ്ലസ് 1 ബൈ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ ന്യൂമറേറ്റർ 2k പ്ലസ് 1 നമുക്ക് എന്ത് പുറത്തെടുക്കാം നമുക്ക് ന്യൂമറേറ്ററിൽ 2k പ്ലസ് 1 അല്ലേ അപ്പൊ അതിൽ നിന്ന് k പുറത്തെടുക്കാം. k പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 2 പ്ലസ് 1 ബൈ k എഴുതും. ഡിനോമിനേറ്ററിൽ നമുക്ക് ഇവിടെ 2k ഉണ്ട് വെക്കാം. ഈ നമുക്ക് k പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇൻറ്റു k പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്താ കിട്ടുന്ന 2 പ്ലസ് 1 ബൈ 1 ബൈ k. ഇവിടെ 2k ഇവിടെ ഉണ്ട്. ഈ 2k പ്ലസ് 1 k പുറത്തെടുത്ത് ഇവിടെ 2 വരും. k ഇവിടെ k ഇൻറ്റു 1 k 1 ബൈ k. ഇനി നമ്മള് ഈ k നമുക്ക് കിട്ടില്ല ഒരു k കിട്ടിക്കളയും. ഈ 1 ബൈ k k ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ 1 ബൈ k എന്താവും 1 ബൈ k 0 ആവും 1 ബൈ k 0 ആവും. പിന്നെ താഴെ ഒരു k കിടപ്പുണ്ട്. അപ്പൊ k ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ ഇതിന്റെ ആൻസർ എന്താ കിട്ടുന്നത് 0 എന്നാണ് കിട്ടുന്നത്. ഇതിന്റെ ആൻസർ നമുക്ക് 0 എന്ന് കിട്ടും. 0 എന്ന് പറഞ്ഞാൽ എന്താണ് ലെസ് ദാൻ 1 ആണ്. 0 എന്നുള്ള വാല്യൂ ലെസ് ദാൻ 1 ആണ്. അങ്ങനെ റോ എന്നുള്ളത് ലെസ് ദാൻ 1 ആണെങ്കിൽ റോ എന്നുള്ളത് ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ പറയും സീരീസ് ഈസ് convergence. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ് ഇവിടെ ജനറൽ ടേം UK നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ജനറൽ ടേം UK നമ്മൾ കണ്ടുപിടിക്കണം. UK കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്ത മെത്തേഡ് എന്താണ് തന്നിരിക്കുന്ന നമ്പറിന്റെ പോക്ക് ഏതാണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് n കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ UK എന്നുള്ളത് ന്യൂമറേറ്ററിൽ 1 3 5 7 എക്സെട്ര 2k മൈനസ് 1 a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് 2n മൈനസ് 1 വന്നത്. അതിന്റെ ഒരു k കൊടുത്തപ്പോൾ 2k മൈനസ് 1 കിട്ടി. താഴെ അതുപോലെ 2k മൈനസ് ഫാക്ടോറിയൽ കിട്ടി. അതങ്ങനെ UK നമുക്ക് കിട്ടി. UK കിട്ടിക്കഴിഞ്ഞാൽ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ UK പ്ലസ് 1 വേണം. അപ്പൊ k കാണുന്നിടത്തൊക്കെ നമ്മൾ k പ്ലസ് 1 കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും 1 3 5 7 എക്സെട്ര 2k മൈനസ് 1 ഇൻറ്റു 2k പ്ലസ് 1. ഈ kക്ക് നമ്മൾ k പ്ലസ് 1 കൊടുത്തേക്ക് 2k പ്ലസ് 1 വരും. താഴെ നമുക്ക് 2k പ്ലസ് 1 ഫാക്ടോറിയൽ വരും. ഇനിയും റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഫോർമുല എന്താണ് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK പ്ലസ് 1 ബൈ UK. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിൽ എന്ത് കൊടുത്തു 1 3 5 7 എക്സെട്ര 2k മൈനസ് 1 ഇൻറ്റു 2k പ്ലസ് 1 divided by 2k plus 1 factorial divided by 1 3 5 7 etc 2k minus 1 by 2k minus factorial. ഇതിൽ 1 3 5 7 2k minus 1 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്കുള്ളത് എന്താണ് 2k plus 1 by 2k plus 1 factorial into 2k minus 1. ഈ ഡിനോമിനേറ്ററിലായ 2k plus 1 factorial നമുക്ക് എങ്ങനെ എഴുതാം 4 factorial 4 into 3 into 2 factorial എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 2k plus 1 factorial എങ്ങനെ എഴുതാം 2k plus 1 into 2k into 2k minus 1 factorial. അപ്പോൾ 2k minus factorial കട്ട് ചെയ്ത് കളഞ്ഞു. In numerator നമ്മൾ k പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 plus 1 by k വരും. 2 plus 1 by k. 2k 1 വരും. ഡിനോമിനേറ്ററിൽ 2k ഇവിടെ ഉണ്ട്. ഒരു k പുറത്തെടുത്ത് കഴിയുമ്പോൾ 2 plus 1 by k വരും. ഈ k നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. k ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 ഈ ടേം 0. പിന്നെ ഇവിടെ ഇൻഫിനിറ്റി വരുമ്പോൾ ഈ ടേം മൊത്തമായിട്ട് നമുക്ക് 0 വരും. അത് ലെസ് ദാൻ 1 ആണ്. റോയുടെ വാല്യൂ ലെസ് ദാൻ 1 വന്നു കഴിഞ്ഞാൽ നമ്മുടെ സീരീസ് എന്താണ് റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമ്മുടെ സീരീസ് കൺവെർജൻസ് ആണ്. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.